ഈ സാമ്പത്തിക വർഷത്തിൽ ടെലികോം നിരക്ക് 20% വരെ വർദ്ധിക്കുമെന്ന പ്രവചനം. പുതുവർഷത്തിൽ തന്നെ നിരക്ക് കൂടുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ജനുവരി-മാർച്ച് പാദത്തിൽ ഇതിനുള്ള സാധ്യത കുറവാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കുറഞ്ഞ നിരക്കിൽ ലഭ്യമായിരുന്ന പ്ലാനുകളെല്ലാം ഇതോടുകൂടി മിക്ക കമ്പനികളും പിൻവലിച്ചിട്ടുണ്ട്. പകരം OTT പ്ലാറ്റ്ഫോമുകൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന ബണ്ടിൽ പാക്കുകളാണ് ഇപ്പോൾ കൂടുതലും ശ്രദ്ധ. ഇതിലൂടെ ഒരു ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം, അതായത് ARPU വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ കമ്പനികൾ നീക്കമിടുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ടെലികോം നിരക്ക് 20% വർദ്ധിക്കുമെന്നാണ് പ്രവചനം. പുതുവർഷത്തിൽ തന്നെ നിരക്ക് കൂടുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ജനുവരി-മാർച്ച് പാദത്തിൽ ഇതിനുള്ള സാധ്യത കുറവാണെന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത്. അധികം വൈകാതെ തന്നെ ടെലികോം നിരക്കിൽ 20%-ലധികം വർധന ഉണ്ടാകുമെന്ന് നിക്ഷേപക സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലിയുടെ പ്രവചനവുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ടെലികോം നിരക്കിൽ 3 തവണ വരെയാണ് വർധന വരുത്തിയത്. ഇതിലൂടെ 5G സേവനങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താനും കമ്പനികളുടെ പദ്ധതിയുണ്ട്. 2025-ൽ 10 മുതൽ 20% വരെയാണ് ടെലികോം നിരക്ക് കൂട്ടിയത്. 2026-ന്റെ തുടക്കത്തിൽ തന്നെ നിരക്ക് വർദ്ധിക്കുമെന്നാണ് വിപണി നിരീക്ഷകർ ആദ്യം കരുതിയത്. എന്നാൽ നടപ്പു കലണ്ടർ വർഷത്തിലെ രണ്ടാം പകുതിയിൽ മാത്രമേ ഇതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ വിലയിരുത്തൽ. അതായത് 2026 ജൂണിന് ശേഷമേ വില വർധന നടപ്പിലാക്കുകയുള്ളൂ. അതുവരെ നിരക്ക് നിലവിലത്തെ രീതിയിൽ തന്നെ തുടരും. അങ്ങനെ വന്നാൽ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളുടെ സാമ്പത്തിക വളർച്ചയും പരിമിതമായിരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. എന്തുതന്നെയായാലും BSNL എടുത്തവർക്ക് ഇപ്പോൾ ലാഭം തന്നെയാണ്. വില വർധന വന്നാലും BSNL പ്ലാനുകളുടെ വിലയിൽ വലിയ വർധനവ് വരില്ല. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.